ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധനായ ബിജി എബ്രഹാം കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബിജി എബ്രഹാം, ഈ സ്വർണത്തിന് വില ഇങ്ങനെ ദിനംപ്രതി ഉയർന്നു പോകുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടുത്തിയായി മാറുകയാണ് ഈ സ്വർണ്ണ വ്യാപാരം. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വിവാഹ സീസണൊക്കെ വരുന്ന ഒരു കാലമാണുള്ളത്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നുള്ളത് ഒരു അപ്രാപ്യമായൊരു ഘടകമായി മാറുകയാണ്. അതെ അതെ സ്വർണത്തിന്റെ വില ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത ഞാൻ കാണുന്നത്. ഒന്ന്, ഇപ്പൊ ഇന്ത്യയില് വിവാഹത്തിന്റെ സീസണാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് ഗോൾഡിന് നന്നായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം വല്ലാതെ താഴോട്ട് പോകുന്നു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ അടയാളമാണ് ആ രാജ്യത്തെ കറൻസിയുടെ മൂല്യമെന്ന്. അപ്പൊ നമ്മളുടെ GDP വളരുകയാണെന്ന് ഒരു ഭാഗത്ത് നമ്മൾ അവകാശപ്പെടുമ്പോൾ തന്നെ ഇന്ത്യയുടെ കറൻസി താഴോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പുറത്ത് കേൾക്കുന്ന കണക്കുകളൊന്നും യഥാർത്ഥത്തിൽ ശരിയാകണമെന്ന് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം IMF ഒക്കെ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പറയുന്നത് ഇന്ത്യയുടെ GDP അവകാശപ്പെട്ടതുപോലെ 8% വളരുന്നില്ല എന്നാണ്. അതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പുറപ്പെടുവിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനെക്കാട്ടിൽ ഉപരിയായിട്ട് എനിക്കിപ്പോൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത് IMF-ന്റെ ഒക്കെ ഡാറ്റ തന്നെയാണ്. അപ്പം നമ്മുടെ കറൻസിയുടെ മൂല്യം താഴോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്ന സ്വർണത്തിന്റെ വില കൂടും. അത് നമ്മളത് വാങ്ങാനായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്ന വില നൽകേണ്ടതായിട്ട് വരും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഈ വർധനവ്, സ്പോട്ട് ബുക്കിംഗ്, പ്രത്യേകിച്ച് ബ്രോക്കേഴ്സ്, ഈ മേഖലയിൽ ഈ ഗോൾഡ് ETF-ലൊക്കെ പണം നിക്ഷേപിക്കുന്ന സ്പോട്ട് ബുക്കേഴ്സ്, സ്പെക്യുലേറ്റേഴ്സ്, കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ തന്നെ സ്വർണം വാങ്ങി വെക്കുന്നുണ്ട്. അപ്പം സ്വർണത്തിനുള്ള ഡിമാൻഡ് ഇന്ത്യൻ എക്കോണമിയിൽ ഗോൾഡ് ETF ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ കൃത്രിമമായിട്ട് ശേഖരിച്ചു വെക്കുന്നതും ഗോൾഡിന് വില കൂടുമെന്നുള്ള പ്രതീക്ഷ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് ലാഭം അവർക്ക് കൊയ്യാൻ സാധിക്കുമെന്നുള്ള അവരുടെ ഒരു എക്സ്പെക്ടേഷനും ഗോൾഡ് പ്രൈസ് ഉയർത്തി നിർത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ റിസർവ് ബാങ്ക് ധാരാളമായിട്ട് സ്വർണം വാങ്ങുന്നുണ്ട്. ഇന്ത്യയുടെ കറൻസി ഡിപ്രിസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഡോളർ ഓപ്പൺ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്തുകൊണ്ട് പരമാവധി ഗോൾഡ് വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അതും ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ ഗോൾഡിന്റെ പ്രൈസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ US-ൽ ഇപ്പം ഫെഡറൽ റിസർവ് അവരുടെ പലിശ നിരക്കിനകത്ത് മാറ്റം വരുത്തു എന്നുള്ളത് നിക്ഷേപകർ ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റ ഇപ്പോൾ ഉടനെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇൻഫ്ലേഷൻ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഗോൾഡിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് പതുക്കെ മാറുന്ന ഒരു സാഹചര്യം ആഗോള തലത്തിൽ ഉണ്ടാകാം. വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സ് തന്നെയാണ്. പല രാജ്യങ്ങൾ തമ്മിലുള്ള ടെൻഷൻസ് ഒക്കെ തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നു. ഈ പ്രത്യേകിച്ച് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ടാരിഫ് വാറുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഫ്രീ ട്രേഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസും സർക്കാരുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ഒട്ടനവധി കാരണങ്ങളാണ് ഗോൾഡ് പ്രൈസസിനെ ഇങ്ങനെ ഉയർത്തി നിർത്തുന്നതിനുള്ള കാരണം. ഇന്ത്യയിലും ഗോൾഡിന്റെ വില ഈ വരുന്ന മാസങ്ങളിലൊക്കെ തന്നെ ഉയരുന്ന ഒരു ട്രെൻഡ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനോടകം തന്നെ 10 ഗ്രാമിന് ഏതാണ്ട് 1.25 ലക്ഷം രൂപയോളമായിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഗോൾഡിന്റെ പ്രൈസ് ഉയർന്നു തന്നെ പോകാനാണ് സാധ്യത. അതായത് ഈ നേരത്തേക്ക് ഒരു ആശ്വാസമുണ്ടായിരുന്നു, 2026 കടക്കുമ്പോഴൊക്കെ സ്വർണത്തിന്റെ വിലയിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് കുറയാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയൊന്നും സാധാരണക്കാർ വെച്ച് പുലർത്തേണ്ട എന്ന് തന്നെയാണോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെ നമുക്കങ്ങനെ ഒരു വർഷം ആരംഭിച്ചു അല്ലെങ്കിൽ മറ്റൊരു വർഷം അവസാനിച്ചു എന്നതുകൊണ്ട് സ്വർണത്തിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യണം എന്നൊന്നുമില്ല. സ്വർണത്തിന്റെ വില അഫക്ട് ചെയ്യുന്നത് ഒരുപാട് ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലുമായിട്ടുള്ള കാര്യങ്ങളാണ് ഗോൾഡിന്റെ പ്രൈസിനെ നിർണ്ണയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ആഗോളതലത്തിലുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ എക്കോണമി ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്തു വരുന്ന കണക്കുകളൊന്നും യഥാർത്ഥത്തിലുള്ള കണക്കുകളല്ല എന്ന് ഉറപ്പിക്കുന്നതാണല്ലോ കറൻസിയുടെ മൂല്യം കുറയുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തിന്റെ അടയാളമാണ് ആ രാജ്യത്തിന്റെ കറൻസി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കറൻസിയുടെ വാല്യൂ ഡിപ്രിസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ 91 രൂപയും കൂടെ താഴോട്ട് പോയിട്ടില്ലേ? അപ്പം നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന്റെ വില കൂടും. സ്വർണം നമ്മുടെ നാട്ടിൽ ഖനനം ചെയ്തെടുക്കുന്നതല്ലല്ലോ, മറ്റു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതല്ലേ. ഇവിടെ റോ ആയിട്ട് ഗോൾഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ജെമ്മും ജ്വല്ലറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലോകത്തെമ്പാടും വിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് വില കൂടും. അപ്പൊ ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡോളറിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിയുന്ന സാഹചര്യത്തിൽ പരമാവധി നമ്മുടെ രാജ്യത്തുള്ള ഡോളർ റിസർവ് വിറ്റൊഴിവാക്കുന്നുണ്ട് റിസർവ് ബാങ്ക്. അപ്പൊ റിസർവ് ബാങ്ക് ഇന്ത്യൻ കറൻസി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ വിധം നടപടി സ്വീകരിക്കുമ്പോൾ ഗോൾഡ് മറുഭാഗത്ത് വാങ്ങുന്നുമുണ്ട്. അപ്പോൾ ഐദർ ഗോൾഡ് അല്ലെങ്കിൽ US കറൻസി റിസർവ് നമ്മൾ പെഗ് ചെയ്തിട്ടാണ് നമ്മുടെ കറൻസിയുടെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പം കറൻസി മാർക്കറ്റ് US ഡോളർ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്തുകൊണ്ട് പരമാവധി ഗോൾഡ് ശേഖരിക്കുന്നുണ്ട്, റിസർവ് ബാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പോളിസിയും ഗോൾഡിന്റെ പ്രൈസ് ഉയർത്തി നിൽക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പം നമ്മൾ വർഷം അവസാനിച്ച് പുതിയ വർഷം വരുമ്പോഴത്തേക്കും സ്വർണത്തിന്റെ വില കുറയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ബിജി എബ്രഹാം ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.